ഹരേ കൃഷ്ണ. നാളെ ബ്രഹ്മമധ്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഒരു പ്രധാന ആചാര്യനായ ശ്രീല ഭക്തി വിനോദ് ഠാക്കൂറിൻ്റെ തിരോഭാവ ദിവസമാണ്. ശ്രീല പ്രഭുപാദ്ജിയുടെ ഗുരുവായ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിൻ്റെ അച്ഛനാണ് അദ്ദേഹം. 1838 സെപ്റ്റംബർ 2-ാം തീയതി നദിയ എന്ന ജില്ലയിലെ ബിർനഗർ എന്ന സ്ഥലത്ത് ഒരു സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. മാതാപിതാക്കൾ അദ്ദേഹത്തിന് കേദാർനാഥ് ദത്ത എന്ന് നാമകരണം ചെയ്തു. കൊൽക്കത്തയിലെ ഹിന്ദു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൈസ്കൂളിൽ പഠിച്ച അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിലും പ്രഭാഷണത്തിലും എഴുത്തിലുമെല്ലാം പണ്ഡിതനായിരുന്നു. മാത്രമല്ല, ഗീത, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലും എല്ലാ വേദശാസ്ത്രങ്ങളിലും അദ്ദേഹം പ്രാവീണ്യം നേടിയിരുന്നു. ശ്രീല ജഗന്നാഥ് ദാസ് ബാബാജി മഹാരാജ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഗുരു. 1861 ശ്രീ കേദാർനാഥ് ദത്ത ബംഗാൾ സർക്കാരിൽ ഡെപ്യൂട്ടി മജിസ്ട്രേറ്റായി സ്ഥാനമേറ്റു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ എല്ലാവരും ബഹുമാനിക്കുന്ന മജിസ്ട്രേറ്റായിരുന്നു അദ്ദേഹം. ഇംഗ്ലീഷ് ഭാഷ മുന്നോട്ട് എല്ലാവരും സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കി ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങൾ അദ്ദേഹം ഇംഗ്ലീഷിലുള്ള പുസ്തക രൂപത്തിൽ എഴുതാൻ തുടങ്ങി. കുടുംബജീവിതത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങൾ പ്രചരിപ്പിച്ചു. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തു നിന്ന് അപ്രത്യക്ഷനായി 200 വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് അപസമ്പ്രദായങ്ങൾ ശക്തമായി. ആ സമയത്താണ് ശ്രീല ഭക്തി വിനോദ് ഠാക്കൂർ ഈ ലോകത്തിൽ വരുന്നത്. ബ്രഹ്മമധ്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിനെ നിലനിർത്താനായി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു. ശ്രീകൃഷ്ണ സംഹിത, ചൈതന്യ ശിക്ഷാമൃതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചതാണ്. മാത്രമല്ല, വൈഷ്ണവ ഗീതങ്ങളായ ഗൗര ആരതി, ഓഹേ വൈഷ്ണവ് ഠാക്കൂർ, ഗുരുദേവ് കൃപ ബിന്ദു ദിയ, ജയ് രാധാ മാധവ് തുടങ്ങിയ കീർത്തനങ്ങളും അദ്ദേഹമാണ് രചിച്ചത്. ഭഗവാൻ കൃഷ്ണൻ്റെ നിത്യലീലയിലെ മഞ്ജരിമാരിൽ കമല മഞ്ജരിയാണ് ശ്രീല ഭക്തി വിനോദ് ഠാക്കൂറായി അവതരിച്ചത്. നാളത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണിവരെ നിർജ്ജല ഉപവാസം അനുഷ്ഠിച്ച് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാം. നമുക്കും ഗുരുപരമ്പരയ്ക്കും ഭഗവാനും വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ സാധിക്കണമേ എന്ന്. ഹരേ കൃഷ്ണ.